എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ സ്റ്റൂ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പുട്ടിനായാലും ഇടിയപ്പത്തിനായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെയും നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയും നെയ്യും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഒരു 4-5 പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. നമ്മൾ പഴത്തിന് നല്ല മധുരമാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർത്താൽ നല്ലതാണ്. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ്. ഒരുപാടങ്ങ് പഴുത്തതല്ല, എന്നാൽ മീഡിയം പഴുപ്പ് വന്നൊരു ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. വലിയൊരു ഏത്തപ്പഴമാണ്. ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ല മഞ്ഞ നിറം ആയി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അളവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസുമല്ല, മീഡിയം കട്ടിയിലുള്ളൊരു പാലാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കിനി ഇളക്കിയിട്ട് അടച്ചു വെച്ച് ബാക്കി കൂടെ ഇതിൽ കിടന്ന് വേവിക്കാം. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കാം. എന്തായാലും ഏത്തപ്പഴം അതിൽ ഒന്ന് മുങ്ങിക്കിടക്കണം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് അതിൽ കിടന്ന് കുക്കായും വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്, പഴത്തിന് നല്ല മധുരമാണ്. ഇത് കുറച്ച് മധുരവും എരിവും ഒക്കെ ഉള്ളൊരു സ്റ്റൂ ആണ്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക. അപ്പം നമ്മുടെ ബനാന സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിനും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ പഴമൊക്കെ കുട്ടി പുട്ട് കഴിക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്